ഇൻസൈറ്റിൻ്റെ ഇന്നത്തെ സെഷനിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ മെഡിറ്റേഷൻ്റെ കുറച്ച് സെഷനുകൾ നമ്മൾ ചെയ്തു, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് പലരിൽ നിന്നും കിട്ടുന്നൊരു ഫീഡ്ബാക്ക്, ഈ സെൻസേഷൻ അറിയാനായിട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ സമയം എടുക്കുന്നു, അല്ലെങ്കിൽ അതെന്താണെന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പൊതുവായിട്ട് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഫീഡ്ബാക്കിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഞാൻ ഒന്ന് രണ്ട് ടിപ്പുകൾ പറഞ്ഞുതരാം. അതിൻ്റെ കാരണവും പറഞ്ഞുതരാം. അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ മനസ്സ് എവിടെയാണോ ശ്രദ്ധിക്കുന്നത് അത് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാഴ്ചയായിരിക്കും, ചിലപ്പോൾ അന്നേരം നമ്മളോട് പറയുന്നതും ചിലപ്പോൾ നമ്മൾ കേൾക്കുകയില്ല. ചില കാര്യങ്ങൾ നമ്മൾ കേട്ട് മുഴുകിയിരിക്കുകയാണ്, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ കാണുകയില്ല. അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കിടന്ന ആൾക്കാർ എന്തെങ്കിലും നമ്മോട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളത് കേൾക്കുകയില്ല. അപ്പോൾ എവിടെയാണോ നമ്മുടെ മനസ്സ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ മനസ്സിനകത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമാണ് ആ സെൻസുമായിട്ടാണ് കോണ്ടാക്ട് ഉള്ളത്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്ത് നടക്കുന്ന ഈ സെൻസേഷൻസിനോട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തകളിലോ അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളിലോ പുറത്തേക്കുള്ള കാര്യം നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്ത് എന്തെങ്കിലും വലിയ പെയിനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ അത്രയും അലട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശരീരത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കുക. അതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചിന്തയിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സ് എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അതിനോടാണ് ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ഏതൊരു വസ്തുവിനോട് നമുക്ക് ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്ത് ഒരു നല്ല സെൻസേഷൻ തന്നാൽ മാത്രമേ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്തിനോടും പേടി വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്ത് അസുഖകരമായ സെൻസേഷൻ തന്നാൽ മാത്രമേ നമുക്ക് പേടി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രാത്രിയിൽ കാണുന്ന ഒരു കയർ, ഇതിൻ്റെ ഉത്തമടഞ്ഞ് പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. അത് കയറ് പാമ്പാണെന്ന് വിചാരിക്കുകയും നമ്മുടെ മനസ്സ് പാമ്പാണെന്ന് കരുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വല്ലാത്തൊരു പേടി ഉണ്ടാവുകയും നമുക്ക് അതിനോട് വിരക്തി ഉണ്ടാവുകയും അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്യും. അത് ശരീരത്തെ അനുഭൂതി ഉണ്ടാക്കുന്നു. പക്ഷെ അത് പാമ്പല്ല, കയറാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സ് തിരിച്ചറിയുകയാണ് അത് കയറാണ്. കാണുന്ന ഒരേ സംഗതിയെ തന്നെയാണ്, പക്ഷെ കയറാണെന്ന് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിന്നെ അങ്ങനൊരു പേടിയുടെ അനുഭൂതി ഉണ്ടാവുന്നില്ല, നമ്മൾ ഓടിപ്പോകാൻ ശ്രമിക്കത്തില്ല. എന്ന് പറയുന്നത് പോലെ ഓരോ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും, അതായത് അഡിക്ഷൻ വരുന്നതും ഫോബിയ വരുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാം അടിസ്ഥാനമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള സെൻസേഷനോടുള്ള പ്രതികരണമാണ് നമ്മുടെ മനസ്സ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് അടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ അല്ല അടക്കേണ്ടത്, സെൻസേഷനെ അടക്കുമ്പോഴാണ് മനസ്സടങ്ങുന്നത്. സെൻസേഷനെ ഒന്ന് അടങ്ങാൻ അനുവദിക്കുമ്പോഴാണ് മനസ്സടങ്ങുന്നത്. പക്ഷെ ഈ സെൻസേഷനെ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ചെങ്കിലല്ലേ നമുക്ക് സെൻസേഷനെ ഒന്ന് നോക്കാനും അടക്കാനും പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ മനസ്സ് സെൻസേഷന് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഇഷ്ടവും അനിഷ്ടവും കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ സെൻസേഷനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൂടുതലായിട്ട് എത്തിക്കുക, അതിലേക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ മൊമെന്റിലും ഉണ്ടാകുന്ന സെൻസേഷൻസിനെ ഓരോന്ന് മാറി മറിഞ്ഞ് പല സ്ഥലത്തും പല ഭാഗങ്ങളിലുമായിട്ടും പല സെൻസേഷൻസ് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് എപ്പോഴും. അതിൽ ചിലത് ഭയങ്കര പ്രകടമായി കാണുന്നുണ്ടാവും, ചിലത് വളരെ സട്ടിലായിട്ടുള്ള സെൻസേഷൻസ് ആയിരിക്കും. പക്ഷേ ഈ സെൻസേഷൻസിനെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, നമ്മുടെ മനസ്സിനെ ശീലിപ്പിച്ചാൽ, നമ്മുടെ മനസ്സ് എപ്പോഴും ആ സെൻസേഷനെ കൂടെ റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൂടെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പൊ അതിന് നമ്മുടെ ശരീരത്തേക്ക് നമ്മുടെ അറ്റൻഷനെ കൂടുതൽ സമയത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മുടെ ശരീരത്തേക്ക് മനസ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും പുറത്തേക്കാണ്. അപ്പൊ അതിനൊരു ടിപ്പ് നമ്പർ 1, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കും കൂടെ ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്വാസത്തിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ പലപ്പോഴും നമുക്കത് ഗുണം വരുന്ന എന്നു പറഞ്ഞാൽ പല ചിന്തകളിലേക്ക് പോകുമ്പോഴും അപ്പോഴും നമുക്ക് തിരിച്ച് നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മനസ്സിന് പുതുതായിട്ട് നമ്മൾ ശീലിപ്പിക്കുമ്പോൾ കൂടുതൽ നേരം നമ്മൾ പ്രസന്റിൽ നിൽക്കും. ഈ പഠിക്കുന്ന കുട്ടികൾക്കും കൂടുതൽ ഏകാഗ്രത വേണ്ടുന്ന ആൾക്കാർക്കും അങ്ങനത്തെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അത് വളരെ സഹായകമാണ്. അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ കൂടുതൽ സമയം നമ്മുടെ മനസ്സിനെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരും. കാരണം ശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വേറെ എങ്ങും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സ് നമ്മുടെ മുഖത്തോട് തന്നെയാണ്, നമ്മൾ നോക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ശ്വാസം ഉള്ളത്. അപ്പോൾ ശ്വാസത്തേലും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുക.
അപ്പൊ കൂടുതൽ നേരം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തേക്ക് തിരിഞ്ഞു തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കിട്ടും. അപ്പൊ കൂടെ കൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശീലിപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് കുറെ നേരം നമുക്ക് കിട്ടാൻ സമയം എടുക്കും, പക്ഷെ കൂടുതലായിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ ശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതും ചെയ്യും, കൂടുതലായിട്ട് കാര്യങ്ങൾ കൂടുതൽ ചിന്തകളിലേക്ക് പെട്ടും പോകത്തില്ല, കൂടുതൽ ഏകാഗ്രതയും കിട്ടും. അത് ടിപ്പ് നമ്പർ 1. ഇനി ടിപ്പ് നമ്പർ 2, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എന്ത് ഇമോഷനായിട്ട് നമ്മുടെ വികാരമായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തും വരുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തും, അതിപ്പോ ദുഃഖമായാലും ഹാപ്പി ആയാലും എക്സൈറ്റ്മെന്റ് ആയാലും സങ്കടങ്ങളായാലും ടെൻഷൻ ആയാലും സ്ട്രെസ് ആയാലും പേടിയായാലും പരിഭ്രമമായാലും അസൂയയായാലും ആശ്ചര്യമായാലും സർപ്രൈസ് ആയാലും ഒക്കെ ഇതെല്ലാം ഇമോഷനാണ്. ഈ ഇമോഷന്റെ കൂടെ 2 കമ്പോണന്റ് ഉണ്ട്. ഒന്ന് മനസ്സിന്റെ അകത്തെ ഒരു ചിന്തയുടെ കമ്പോണന്റും ഉണ്ട്, ശരീരത്തെ ഫീലിങ്ങിന്റെ കമ്പോണന്റും ഉണ്ട്. ഈ 2 കമ്പോണന്റും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് വരുമ്പോഴാണ് നമുക്കൊരു ഇമോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ നമ്മുടെ ഈ ശരീരത്തുള്ള സെൻസേഷനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഇമോഷൻ വരുന്നത് മനസ്സിനകത്താണ് ഇമോഷൻ, മനസ്സിനകത്താണ് ഫീലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, ചിന്തയാണ് മനസ്സിനകത്ത് വരുന്നത്, ഫീലിംഗ് ശരീരത്താണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫുൾ ഇമോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. എന്നിട്ട് ആ മനസ്സിന്റെ കമ്പോണന്റിനെ അങ്ങ് വിട്ടുകളയുക. കാരണം മനസ്സിനെ മാത്രമായിട്ട് നമുക്ക് ഒതുക്കാനോ മെരുക്കാനോ പറ്റില്ല. അപ്പൊ എന്ത് ഇമോഷനും വരുമ്പോഴും ഒരു നൊടിയിലൂടെ എൻ്റെ ബോഡിയിലെ ആ കമ്പോണന്റ് അല്ലെങ്കിൽ സെൻസേഷന്റെ ആ കമ്പോണന്റ് എന്താണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെ ഒന്ന് മനസ്സിൽ നിന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതായത് നമ്മൾ ആംഗ്രി ആകുമ്പോഴും ഒരു നൊടിയിൽ എൻ്റെ ശരീരത്തുണ്ടാകുന്ന വൈബ്രേഷൻ ഒന്ന് നോക്കാൻ പഠിപ്പിക്കുക. പറ്റത്തില്ല ഇനിഷ്യലി, കാരണം നമ്മൾ ആംഗ്രി ആകുമ്പോൾ മുഴുവൻ നമ്മൾ അതിനകത്താണ് മുഴുകിയിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് മനഃപൂർവ്വം നമ്മളെ മനസ്സിനെ ഒന്ന് പർപ്പസ്ഫുൾ ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ, ഓർമ്മപ്പെടുത്തിയാൽ മനസ്സത് പഠിക്കും. അപ്പോൾ ആംഗ്രി ആകുകയാണെങ്കിൽ, പേടിയാകുകയാണെങ്കിൽ, സ്ട്രെസ് ആകുകയാണെങ്കിൽ, ടെൻഷൻ ആകുകയാണെങ്കിൽ, ഇനി അതല്ല പാഷൻ, നമ്മുടെ മനസ്സിനകത്ത് വികാരങ്ങൾ, മറ്റെന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള വികാരങ്ങളോ പാഷൻ ആയിട്ടുള്ള വികാരങ്ങളോ അതൊക്കെ വരുമ്പോൾ പോലും എൻ്റെ ശരീരത്ത് എന്താണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാൻ, മനസ്സിനെ വിട്ടിട്ട് ശരീരത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്, ബോധോദയം ഉണ്ടാകുന്നത്. ബോധോദയം എന്ന് പറയുന്നത് അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. എങ്ങനെയാണ് എൻ്റെ മനസ്സും ശരീരം വർക്ക് ചെയ്യുന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഉൾക്കാഴ്ച കിട്ടുന്നതിനാണ് ഈ ബോധോദയം എന്ന് പറയുന്നത്, ബോധ ഉദയം. പിന്നീട് അതിനെ പൂർണ്ണ ബോധാവസ്ഥയിൽ എത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്താണ് സമ്മാസംബുദ്ധയാകുന്നത്, അല്ലെങ്കിൽ സംബോധി എത്തുന്നത്. അത് ബുദ്ധനും അതുപോലെ ബോധോദയം കിട്ടിയതിന് ശേഷം കുറെ ദിവസങ്ങൾ ഇരുന്നിട്ടാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിനെ ക്ലീൻ ചെയ്ത് സമ്മാസംബുദ്ധനാകുന്നത്. അപ്പം ഇത് നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു എന്താ പറയുക, അതിന്റെ ഒരു, നമ്മൾ മലയാളത്തിൽ പറഞ്ഞൊരു ഗുട്ടൻസ്, അത് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പം എന്തെങ്കിലും ഒരു വികാരം വരുമ്പം ആ മനസ്സിനകത്ത് ചിന്തയ്ക്കകത്തു നിന്നുള്ള ഒന്ന് വിട്ടിട്ട് ശരീരത്ത് അന്നേരം എന്താണ് സംഭവിക്കുന്നത്, എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നതെന്നൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ പറയുന്ന പ്രജ്ഞാവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ ബോഡിയിലെ സെൻസേഷനെ എപ്പോഴും അറിയാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇതാണ് 2 ടിപ്സ് ആയിട്ട് ഞാൻ പറയുന്നത്. ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് കുട്ടികളൊക്കെയാണ് പ്രത്യേകിച്ച് അത് ചെയ്യേണ്ടതാണ്. ഒത്തിരിയേറെ. അപ്പൊ മനസ്സ് ഈ ഓടി തളർന്ന് നടക്കുന്ന മനസ്സിന് ഹെൽത്ത് ഉണ്ടാവില്ല. കൂടുതൽ ഉറച്ചു നിൽക്കുന്ന മനസ്സായിരിക്കും ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത്. ഓടി നടക്കുന്ന മനസ്സ് തളർന്ന മനസ്സാണ്. ആ തളർന്ന മനസ്സ് ഒരിക്കലും സ്റ്റഡി ആയിട്ട് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനോ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനോ ഒന്നുള്ള കഴിവ് നമുക്ക് തരില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം പ്രസന്റ് നിൽക്കുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കണം. അതിന് ശ്വാസം നല്ല ഒരു ഉപാധിയാണ്. കൂടാതെ നമ്മളുടെ ഈ ഒരു ഇൻസൈറ്റിന് വേണ്ടിയിട്ടും ആ ഒരു പ്രക്രിയ നമ്മളെ സഹായിക്കും. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു 2 ടിപ്സ്. എന്നിട്ട് നമുക്കിപ്പോൾ നേരെ ഇതിലേക്ക് പോവാം, മെഡിറ്റേഷനിലേക്ക് പോവാം. അതിന്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം സംസാരിക്കാം. എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ബോഡി മാക്സിമം റിലാക്സ് ചെയ്തിടുക. പ്രത്യേകിച്ച് ഷോൾഡേഴ്സ്, കാല്, കൈ ഒക്കെ റിലാക്സ് ചെയ്തിടുക. മുഖമൊക്കെ റിലാക്സ് ചെയ്ത് കണ്ണ് സാവധാനം അടയ്ക്കുക. ശ്വാസം ഒന്ന് 2-3 തവണ ദീർഘമായിട്ട് എടുക്കുക. അപ്പോൾ ലങ്സിനെയൊക്കെ ഒന്ന് റിലാക്സ് ആവും.
എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. പതിവ് പോലെ തന്നെ ഉച്ഛ്വാസത്തിൽ ആനപാന സതി, ആന അപാന സതി, അതായത് ഉച്ഛ്വാസത്തിലുള്ള ശ്രദ്ധ, അതാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ പതുക്കെ ബോഡിയിലുള്ള സെൻസേഷൻസിനെ പതുക്കെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളും കൂടെ നമ്മൾ തുടരും. അപ്പോൾ ശ്വാസത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആസ്പെക്റ്റുകളെ ശ്രദ്ധിക്കുക. ശ്വാസത്തിൻ്റെ ആ ഒരു ക്രമം, അതായത് ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം, അതിനുശേഷം ഒരു പോസ് എടുക്കുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ ഒരു പോസ് എടുക്കുന്നു, പിന്നെ ഉള്ളിലേക്ക് അഗൈൻ എടുക്കുന്നു. ആ ഒരു ക്രമത്തെ ശ്രദ്ധിക്കുക. പിന്നെ ശ്വാസത്തിൻ്റെ സ്പർശനം, അതായത് മൂക്കിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ശ്വാസം നമ്മുടെ മൂക്കിനുള്ളിൽ കൂടെ അതിൻ്റെ ദ്വാരങ്ങളെ സ്പർശിച്ച് അകത്തേക്ക് പോകുന്നത്, അതിനെ ശ്രദ്ധിക്കുക. മൂക്കിലൂടെ പോകുന്ന ശ്വാസത്തിൻ്റെ ചൂടും തണുപ്പും ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം അല്പം തണുപ്പായിരിക്കും, പുറത്തേക്ക് വരുന്ന ശ്വാസം അല്പം ചൂടായിരിക്കും, അതും ശ്രദ്ധിക്കുക. നാലാമത്, ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ശബ്ദത്തെ ശ്രദ്ധിക്കുക. നേർത്ത ശബ്ദമായിരിക്കും. അതിനുശേഷം ഇടയ്ക്കെങ്കിലും നമ്മുടെ മേൽചുണ്ടിന് മുകളിൽ ശ്വാസം തട്ടുന്നത്, മേൽചുണ്ടിന് മുകളിലുള്ള മീശയുടെ ആ ഭാഗത്ത് ശ്വാസം തട്ടുന്നത് കിട്ടുന്നുണ്ടോ, അതിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആ സ്ഥലത്ത് ആ സ്പർശിക്കുന്നു എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള സെൻസേഷനാണ്. അതുപോലെ മൂക്കിനകത്തോട് സ്പർശിക്കുന്നു എന്ന് പറയുന്നതും മൂക്കിനകത്തോട് നടക്കുന്ന സെൻസേഷനാണ്. ചൂടിനെ തണുപ്പിനെ നമ്മൾ അറിയുന്നു എന്ന് പറയുന്നതും അതും ഒരു സെൻസേഷനാണ്. അപ്പോൾ ഇതെല്ലാം സെൻസേഷൻസ് മൂക്കിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ആദ്യം ഒന്ന് അനുഭവിച്ച് തുടങ്ങുക. എന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ശരീരത്തിലുള്ള മറ്റു ഭാഗങ്ങളിലുള്ള സെൻസേഷനെ കൂടെ നമ്മൾ അറിഞ്ഞാലുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ശ്വാസത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ഉറക്കം തോന്നുകയോ മയക്കം തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ശ്വാസത്തെ തന്നെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചിന്തകളിലേക്ക് പോവുകയാണെങ്കിലും അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് ശ്വാസത്തിലേക്ക് വരിക. ഇനി നമ്മുടെ മൂക്കും വായയും ചുണ്ടും അത് ആ ഒരു പ്രദേശത്ത് മൊത്തത്തിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ചുണ്ടിൻ്റെ അകത്ത് മോണ, പല്ല്, നാക്ക്, വായ്ക്കുള്ളിൽ, മൂക്ക്, മൂക്കിൻ്റെ അകം, മൂക്കിൻ്റെ ഇരിക്കുന്ന ആ മൊത്തം ഏറിയ അതെല്ലായിടത്തും ആ അത്രയും ഭാഗത്ത് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെ സെൻസേഷൻസ് അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ വരിക. ശ്വാസത്തിൻ്റെ സ്പർശനം, ശ്വാസത്തിൻ്റെ ആ കയറ്റിറക്കം, ചൂട് തണുപ്പ്, ശബ്ദം ഒക്കെ ശ്രദ്ധിക്കുക.
ഇനി പതുക്കെ നമ്മുടെ കൈവെള്ളകളിലേക്കൊന്ന് നമ്മുടെ അറ്റൻഷനെ കൊണ്ടുപോവുക. 2 കൈവെള്ളകളും വിരലുകളും മൊത്തം കൈയുടെ ഉള്ളം കൈ തരിക്കുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ വേർക്കുന്നത് പോലെയോ എന്തെങ്കിലും രീതിയിലുള്ള സെൻസേഷൻസ് അവിടെ ഉണ്ടാവും. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് നേരം അവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെയൊക്കെ നമ്മുടെ രക്തം അരച്ച് ചെല്ലുന്നുണ്ട്, നമ്മുടെ കൈയുടെ അറ്റം വരെയും രക്തം ചെല്ലുന്നുണ്ട്. അതിൻ്റെ സ്പന്ദനമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുപോവുക നമ്മുടെ അറ്റൻഷനെ. ഇനി നമ്മുടെ കാലിൻ്റെ വിരലുകളിലേക്ക് നമ്മുടെ അറ്റൻഷനെ കൊണ്ടുപോവുക. അവിടെ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് നോക്കുക. കാലിൻ്റെ അവിടെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാറ്റടിക്കുന്നുണ്ടെങ്കിൽ കാറ്റ് കൊള്ളുന്ന കാല് തണുക്കുന്നത്, അല്ലെങ്കിൽ കാല് വേർക്കുന്നത്, കാല് ചൂടാവുന്നത്, കാല് തരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കാലിൻ്റെ ഉള്ളംകാലിൽ പെട്ടെന്ന് പ്രകടമാകുന്നൊരു സ്ഥലമാണ്.
ചിന്തകളിലേക്ക് പോകുന്ന മനസ്സിനെ പെട്ടെന്ന് ശരീരത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മറ്റൊരു ഉപാധിയാണ് ഈ കാലുകളും കൈകളും. ഇനി തിരിച്ച് നമ്മൾ ശ്വാസത്തിലേക്ക് തന്നെ നമ്മുടെ അറ്റൻഷനെ കൊണ്ടുപോവുക. ഇനി നമ്മൾ ഇരിപ്പിടം ആയിട്ട് നമ്മുടെ ശരീരം ടച്ച് ചെയ്യുന്ന ആ ഏരിയ, ബട്ടക്സിൻ്റെ ഏരിയ, കാലിൻ്റെ അടിവശ ഭാഗം, തുടയുടെ അടിവശ ഭാഗം, അതൊക്കെ അമർന്നിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു വല്ലാത്തൊരു പ്രഷറും ഒരു ചൂടും ഒരു വേദനയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ വെറുതെ ശ്രദ്ധിച്ചാൽ മതി, അതിനോട് ഇറിറ്റേഷൻ ഒന്നും കാണിക്കണ്ട. കാരണം ശരീരം അവിടെ അമർന്നാണ് ഇരിക്കുന്നത്. ശരീരം അവിടെ അമർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും നമുക്ക് ശരീരത്തിൽ സെൻസേഷൻ ഉണ്ടാവും. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ, ടെലിഫോൺ ബെല്ല് പോലെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വല്ലാത്തൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഏകാഗ്രതയിലിരിക്കുമ്പോൾ ഇതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളുണ്ടാകുന്ന സെൻസേഷൻ. അതിനോട് നമ്മുടെ മനസ്സിനൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും, ഒരു ഇഷ്ടമില്ലായ്മയുടെ റെസ്പോൺസ്. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ വരിക. വീണ്ടും മനസ്സിനെ ഫോക്കസ് ചെയ്യുക.
ഇനി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വേദനകളോ ചൊറിച്ചിലോ ഇച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആ ഇച്ചിങ് വരുമ്പോൾ അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുമ്പോൾ ചൊറിയാതെ തന്നെ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് ചൊറിയാനായിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിങ്ങിനെ മാറ്റാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നത് കാണാം. കാരണം അതിനോടൊരു ഇഷ്ടക്കേട് മനസ്സിനുണ്ട്. എങ്ങനെയും അവിടെ ചൊറിയണമെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അത് മനസ്സിൻ്റെ റിയാക്ഷനാണ്. അങ്ങനെ പെയിൻ വരികയാണെങ്കിൽ, പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ്റെ അവിടെ ഒന്ന് തടവണം എന്ന് നമുക്ക് തോന്നും. അതിനെ ഒന്ന് ലഘൂകരിക്കണം എന്ന് തോന്നും. അത് മനസ്സിൻ്റെ റിയാക്ഷനാണ്. നമ്മൾ പക്ഷെ അവിടെ റിയാക്ട് ചെയ്യാതെ ആ സെൻസേഷനെയും മനസ്സ് കാണിക്കുന്ന ആ ഒരു പ്രതികരണത്തെയും മാത്രം ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്വാസത്തിൽ തന്നെ നിലയുറപ്പിക്കുക. ഇനി നമ്മൾ ചാരിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ചാര്, നമ്മുടെ പുറം സ്പർശിക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. പുറവുമായിട്ട് സ്പർശിക്കുന്ന ആ ഒരു ഏരിയ, അവിടെ നമുക്ക് ചിലപ്പോൾ ചൂടോ തരിപ്പോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ സെൻസേഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഏകാഗ്രമായിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വല്ലാത്തൊരു വൈബ്രേഷൻ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതെല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ഓരോ കാര്യങ്ങളിലും നടക്കുന്നുണ്ട്. ഓരോ ചിന്തകളിൽ പോലും
ശരീരത്തിൽ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയുക. തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ വരിക. ശ്വാസത്തിൻ്റെ സ്പർശനത്തെ നന്നായി ഫോക്കസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് എത്തുക. മുഖമൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി ഫ്രഷ് ആവുക. നമ്മുടെ ആനപാനസതിക്കൊപ്പം ശരീരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്കും കൂടെ നമ്മുടെ സെൻസേഷൻ എന്തെങ്കിലും ഉണ്ടോ, കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഒബ്സർവേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ 2 ടിപ്പുകൾ കൂടാതെ മൂന്നാമതൊരു ടിപ്പും കൂടി ഉണ്ട്. നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അതിന് പകരം നമ്മുടെ ഈ ശ്വാസത്തിലും അതുപോലെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സെൻസേഷനെയും കൂടെ ഒന്ന് വാച്ച് ചെയ്ത് കിടക്കാൻ നോക്കുക. ശ്വാസത്തിനേക്കാൾ ഉപരി ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാണ് സെൻസേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം നമ്മൾ കിടക്കുന്ന സമയത്തായിരിക്കും നമ്മളുടെ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നത്. ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ അവിടെ ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ ശരീരത്തിനകത്തൊരു ഒരു പെരുപ്പായിട്ടോ തരിപ്പായിട്ടോ വിഷമമായിട്ടോ ടെൻഷൻ്റെ ഒരു ഫീലിംഗ് ആയിട്ടോ അതെങ്ങനെയാണ് എൻ്റെ ശരീരത്ത് പ്രകടമാകുന്നത് എന്നൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്ത് ഈ ടെൻഷൻ എന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ശരീരത്ത് ഓരോരോ ഫീലിങ്ങിൻ്റെ രൂപത്തിലാണ് അത് പ്രകടമാകുന്നത്. അത് എന്താണ് ഞാൻ ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫിസിക്കലി ഞാൻ ഫീൽ ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ചിന്തകളിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ ചിന്തകളിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ സെൻസേഷനെ വാച്ച് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി കൂടുകയും ചെയ്യും. പെട്ടെന്ന് മനസ്സ് കാമാവുകയും ചെയ്യും, പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും. പക്ഷേ ആ സെൻസേഷനോടൊന്നും നിങ്ങൾ വ്യത്യാസമൊന്നും കാണിക്കരുത്. ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അതെന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതവിടെ അങ്ങനെ ഉണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ചിന്തകളിൽ കിടന്ന് കിടക്കുമ്പോഴാണ് നമ്മൾ മനസ്സിനെ പിന്നെയും ചൂടാക്കുന്നത്, ശരീരത്തിനെ ചൂടാക്കുന്നതും മനസ്സിനെ ചൂടാക്കുന്നതും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചിന്തകളിൽ നിന്ന് വിട്ടുകളയുക, അത് വിട്ടേക്കുക, നമ്മുടെ സെൻസേഷനിലേക്ക് വരിക. ഇതിനെ വേദന ഉപാസന എന്നാണ് പറയുന്നത്.
വേദന ഉപാസന, അല്ലെങ്കിൽ നമ്മുടെ സെൻസേഷനെ വാച്ച് ചെയ്യുക. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന് മാത്രമല്ല അർത്ഥം, എന്ത് സെൻസേഷനും ഉള്ള പഴയ പാലി വാക്കാണ് വേദന. സംവേദന നമുക്ക് വേണമെങ്കിൽ പറയാം, സംവേദന. വേദന ഉപാസന എന്നാണ്. ഈ വേദന ഉപാസന അല്ലെങ്കിൽ സംവേദനകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എല്ലാ 4 സതിപത്ഥാനാസിനെ, അതായത് നമ്മുടെ ചിന്തകളെ പറ്റിയുള്ള അവയർനെസ് കിട്ടും, ശ്വാസത്തെ പറ്റിയുള്ള അവയർനെസ് കിട്ടും, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സെൻസേഷനെ പറ്റിയുള്ള അവയർനെസ് കിട്ടും, നമ്മുടെ മനസ്സ് ആ ഓരോ സെൻസേഷനും എതിരായിട്ട് പ്രകടിപ്പിക്കുന്ന പ്രതികരണത്തെ പറ്റിയുള്ള അവയർനെസ് കിട്ടും. 4നെ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. അതുകൊണ്ട് വേദന ഉപാസന ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെൻസേഷനെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിലൂടെയാണ് പ്രജ്ഞയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുക. അപ്പം ഞാൻ ഈ പറഞ്ഞ 1-2-3 ടിപ്സ് മനസ്സിൽ ഓർക്കുക, അത് ചെയ്യുക. ഒന്ന്, ആദ്യം ശ്വാസത്തെ തന്നെ ഫോക്കസ് ചെയ്യുക, പറ്റുന്നിടത്തോളം സമയം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്, ഏത് വികാരത്തിൻ്റെയും കൂടെ ഒരു ചിന്തയും ഉണ്ട്, ഒരു ബോഡി ഫീലിങ്ങും ഉണ്ട്. ആ ചിന്ത അങ്ങ് വിട്ടേക്കുക, ബോഡി ഫീലിങ്ങിനെ മാത്രം ഒബ്സർവ് ചെയ്യുക ഏത് വികാരം വരുമ്പോൾ. അങ്ങനെ പറ്റുമെന്ന് നോക്കുക. മിക്കവാറും വികാരത്തിൻ്റെ അകത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയെ നോക്കാനുള്ള ഒരു സാവകാശം കിട്ടത്തില്ല, പക്ഷേ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ കിട്ടും. മൂന്നാമത്, കിടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോരോ സെൻസേഷൻ, ഓരോ ഫീലിങ്ങുകളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് 3 ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രജ്ഞാവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് അഡ്വാൻസ് ചെയ്യുക. നന്ദി, നമസ്കാരം.